പീറ്റർ നവരാറോ, അയാളെന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി, അവർ യോജിച്ച് പോകണം. അതായത് മോഡി തെറിച്ചോണം, മാറി നിന്നോണം. അവരുടെ ഡിമാൻഡ് ഇതാ, അതിലോട്ടാണ് മാറുന്നത്. മോദിയെ മാറ്റുക, അതിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മോദി മാറുവാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. ചിലപ്പോൾ വീണ്ടും കൂടുതൽ അടിച്ചു കയറും ടാരിഫ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിലെ അതിമിടുക്കന്മാരായ യൂട്യൂബർമാരിൻ്റെ സോക്കോൾ ജേർണലിസ്റ്റുകളെ ഇന്ത്യ ഈ അമേരിക്കയിൽ നിന്ന് ഇഷ്ടം പോലെ ഡിഫൻസിൻ്റെ ടെക്നോളജി എക്യുപ്മെൻസും മേടിച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. ശരിക്കും ഹാർഡ്വെയർ ശരിക്കും അങ്ങ് മാറി. ഇസ്രായേലിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ അവർ പറയുന്ന നാളെ മുതൽ സർവീസ് തരത്തില്ല, സ്പെയർ പാർട്സ് തരത്തില്ല. അതാണ് ഇന്ത്യ മിണ്ടാതിരിക്കുന്നത്. പെട്ടുപോയി. എപ്പോഴെങ്കിലും വെച്ച് ഇന്ത്യ റിട്ടാലിയേറ്ററി ടാരിഫ് എന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, അമേരിക്ക ഇന്ത്യയുടെ വെടിവെക്കുക. നമുക്ക് പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ പറ്റാത്ത രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ജോലി പോയി. നമ്മുടെ ഡിഫൻസിൻ്റെ എക്യുപ്മെൻസ് ഇതൊക്കെ അവരുടെ സാധനമാണ്. ഹെലികോപ്റ്റർ ആണെങ്കിലും ഈ പറയുന്ന ഹോവിസ്റ്റർ ഗണ്ണാണെങ്കിലും പല ടെക്നോളജി, അത് റാപ്റ്റർ ആണെങ്കിലും അപ്പാച്ച ഹെലികോപ്റ്ററാണ്, ചിനൂക്ക്, ഇതൊക്കെ അവരുടെയാണ്. അപ്പം അവരുടേതായ ജോലിക്കാരും മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ഇന്ത്യയിലുണ്ട്.